ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരുത്തൻ സ്വയനീതിയിൽ ആശ്രയിച്ചപ്പോൾ കുറ്റം പറഞ്ഞ് അടുത്ത് നിന്നവനെ കർത്താവ് കുറ്റം പറഞ്ഞവനെ കവർ ചെയ്ത് അവനെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കർത്താവ് അങ്ങനെ ഒരുത്തൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ട് ചെന്നാ കുറ്റം പറയുന്നവൻ എത്ര വലിയ നീതിമാനായാലും അവനെ മാറ്റി കൊണ്ട് നിർത്തും. കുറ്റവാളിയുടെ പക്ഷത്തോട്ട് കർത്താവ് നിൽക്കും. ഒന്നുകൂടെ ആവർത്തിക്കാം. എൻ്റെ കർത്താവ് കുറ്റം പറഞ്ഞുകൊണ്ട് ചെന്ന കുറ്റവാളിയുടെ പക്ഷത്തായിരിക്കും ചേർന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അടുത്ത് കുറച്ച് ശിഷ്യന്മാർ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ട് പരീശന്മാർ അടുത്തു കൂടി. ഇവർ വന്ന് പറഞ്ഞ കുറ്റം, ഇവർ പറഞ്ഞു, ഈ ശിഷ്യന്മാരുണ്ടല്ലോ, യവന്മാർ ആഹാരം കഴിക്കുമ്പോൾ കൈ കഴുകാതാ കഴിക്കുന്നത്. ഈ കുറ്റം പറയുന്നവന് എന്തോ കണ്ടാലും കുറ്റമാണ്. നിനക്കെന്താടാ നഷ്ടം, അവനോ കൈ കഴുകാതെ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, കൈ കഴുകാതാണ് ഇവന്മാർ കഴിക്കുന്നത്. സത്യത്തിൽ യേശു പറഞ്ഞു കൊടുക്കും. ഞാൻ യേശുവിൻ്റെ പക്ഷത്തെങ്കിൽ, ഞാൻ യേശുവായിട്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അവന്മാർക്ക് വലിയ വിവരമൊന്നുമില്ല, ഈ മുക്കോന്മാരൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അവരങ്ങനെ ആഹാരം കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ ഇങ്ങനെ പറയേണ്ടത്. പക്ഷേ യേശു കുറ്റവും പറഞ്ഞുകൊണ്ട് വന്ന ഒറ്റ കാരണത്താൽ ശിഷ്യന്മാരുടെ പക്ഷത്തോട്ട് കയറി. യേശു വന്നവരോട് പറയുകയാണ്, എടാ അകത്തോട്ട് പോന്നതിനല്ല കുഴപ്പം, അകത്തോട്ട് പോയ ആഹാരത്തിനല്ല ഇവിടെ വിഷയം. നിന്റെ ഈ അകത്തുനിന്ന് വന്ന പുറത്തോട്ട് വന്ന കാര്യത്തിന് വിഷയം. ആരോടെ നിന്നെന്ന് നിങ്ങൾ പറ. യേശുവിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി പരീശന്മാരിലൂടെ അവരുടെ പുസ്തകം അനുസരിച്ച് എറിഞ്ഞു കൊല്ലണം. ഇവെല്ലാം എറിയാൻ വന്നിരിക്കുകയാണ്. യേശുവിനെ കൊണ്ട് വേണം ഉദ്ഘാടന ഏറിയിക്കാൻ കൊണ്ട് നിർത്തിയേക്കാണ്. യേശു ഉദ്ഘാടന ഏറിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ പാവമില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട് എറിഞ്ഞാട്ട്. എന്നിട്ട് യേശു അവിടെ നിലത്തെന്തോ കുനിഞ്ഞെഴുതുന്നു. സ്തോത്രം. എഴുതിയ കാര്യം എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്ക് മനസ്സിലായത്, സത്യത്തിൽ എഴുതിയത് 100% യേശുവിൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കുള്ളത്ത കണ്ണാണ്. നിന്ന പാർട്ട് സ്കാനിങ് കണ്ണാണ്, ഭയങ്കര സ്കാനിങ് ആണ്. ഇതിനകത്ത് ഒരുത്തൻ നേരെ കല്ല് പായ്ച്ചു വിട്ടായിരുന്നെങ്കിൽ അവൻ ചിന്തിച്ചത് വരെ ഇപ്പോൾ എഴുതി വെക്കാൻ പോവുകയാണ്. സ്തോത്ര. അവന് പിന്നെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. സ്തോത്രം. ഇവിടെ വായിക്കുന്നു, മൂത്തവർ മുതൽ ഇളയവർ വരെയും കല്ല് കളഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് പോകാൻ ഒരു അവസരം കൊടുത്തതാണ് യേശു. കുനിഞ്ഞ് നേരെ നോക്കി നിൽക്കുമ്പോൾ ഈ പറഞ്ഞവർക്കൊന്നും പോകാൻ പറ്റത്തില്ല. യേശു മാറിക്കൊടുത്തു. യേശു ഇങ്ങനെ മാറിക്കൊടുത്തു. സ്തോത്രം. യേശു എപ്പോഴും കുറ്റവാളികളുടെ പക്ഷത്താണ് യേശു നിൽക്കുന്നത്. എനിക്ക് ബൈബിളിൽ മനസ്സിലായത്, ലോകം മൊത്തം കുറ്റവാളി എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തിയേക്കുന്ന അവൻ യേശുവിന് ഒരു അനുവാദം കൊടുത്താൽ, എല്ലാ കുറ്റവാളികളുടെ കാര്യമല്ല, അവൻ യേശുവിൻ്റെ ഒരു അനുവാദം കൊടുത്താൽ അവൻ്റെ പക്ഷമായിരിക്കും യേശു നിൽക്കുന്നത്. അവസാനം ഈ സ്ത്രീയും യേശു മാത്രം ശേഷിച്ചു. യേശു ഈ സ്ത്രീയുടെ പക്ഷത്ത് കയറി നിന്നു. വന്നവർ ഭയങ്കര സ്വയനീതിക്കാരാണ്. മോശയുടെ പുസ്തകം കാണാതെ അറിയാവുന്ന, ന്യായപ്രമാണം മൊത്തം കാണാതെ പഠിച്ചവരാണ്. അവരെ ഓടിച്ചു വിട്ടു. യേശുവിൻ്റെ അടുത്തൊരു സ്ത്രീ യേശുവിൻ്റെ മരണസമയമായപ്പോൾ സുഗന്ധദ്രവ്യം കൊണ്ടുവന്നു. 300 വെള്ളിക്കാശിൻ്റെ കൊണ്ടുവന്ന് അവൾ പൊട്ടിക്കുകയാണ്. ആ സമയത്ത് യൂദ ഒരു കുറ്റം പറച്ചില്ല. യൂദ പറഞ്ഞു, എന്തിനീ വെറുഞ്ചിലും, വല്ല ദരിദ്രർക്ക് വല്ല ഓർഫനേജ് വല്ലതും കൊണ്ട് കൊടുത്താൽ പോരെ, ഇതെന്തിനീ നടത്തുന്നു? നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എൻ്റെ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളാണെങ്കിൽ അത് എന്നാലും ശാദിച്ച് അതിനെ ഓടിച്ചു വിട്ടേനെ. യേശുവിൻ്റെ ഹൃദയ വിശാലത ഭയങ്കരമാണ്. ഈ പൊട്ടിക്കുന്നവർക്ക് എവിടുന്ന് കിട്ടി ഈ പൈസ? ഇവൾ എങ്ങനത്തെ സ്ത്രീയാണ്? ഇവൾ മഹാപാപം ചെയ്ത് ഉണ്ടാക്കിയ കാശാണ് കൊണ്ടുവന്ന് പൊട്ടിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ ഞാൻ പറയുന്നില്ല. മഹാപാപം ചെയ്തുണ്ടാക്കിയ കാശ് യേശുവിൻ്റെ മുന്നിൽ പൊട്ടിക്കുകയാണ്. യേശു അതിനും അനുവാദം കൊടുത്ത് നിൽക്കുകയാണ്. യേശുവിനറിയാം, യേശുവിൻ്റെ മുമ്പിൽ യേശു ഒരിക്കലും പരസ്യമായി ആക്ഷേപിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, യേശു ഒരുത്തനെ പരസ്യമായി ആക്ഷേപിക്കാൻ റെഡിയല്ല. സ്തോത്രം. യൂദയുടെ കൂടെ നിന്നില്ല പ്രിയരെ. യേശു നിന്നത് ഈ സ്ത്രീയുടെ കൂടെ നിന്നു. നിനക്കറിയത്തില്ല ഇവർ മരണത്തെ പ്രസ്താവിക്കുകയോ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല ഇത് മരണത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ടാ ചെയ്തതെന്ന്.
പക്ഷേ യേശുവിന് മനസ്സിലായി ഇത് മരണത്തെ പ്രസ്താവിക്കുകയാണ്. ലോകമുള്ള കാലത്തോളം എവിടെ കാര്യം ലോകം മൊത്തം പറയാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാർ, ഇത്രയും നമ്മൾ പറഞ്ഞ ദൂരെയുള്ളവരുടെ കാര്യം, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യം. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോൾ ഇവർ ശമരിയയിലൊന്ന് കാണാൻ വേണ്ടി പോയി. ഒരു യേശുവിൻ്റെ കാര്യത്തിന് വേണ്ടി പോയി. അവിടെ അങ്ങനെ ഏറിയ വിട്ടു പോവുകയാണ്. വിസിറ്റിങ്ങിന് പോയപ്പോൾ ഒരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തെ ഇളക്കുന്നു. ഇവർ ഞെട്ടി. ഇവിടെ അതെന്തൊരു കാര്യമാണ്? ഞങ്ങളുടെ ടീം ലീഡറിൻ്റെ നാമത്തിൽ ഞങ്ങളറിയാതെ ഒരുത്തൻ ഭൂതത്തെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇവർ വന്ന് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളെ ചെന്നപ്പോൾ നിൻ്റെ നാമത്തിൽ ഭൂതത്തെ ഇളക്കുന്ന കണ്ടു. പത്രോസും ഗ്രൂപ്പോ ഇവർ പറഞ്ഞു ഞങ്ങൾ അവനോട് വിരോധിച്ചെന്ന്. നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ലയോ? ഓക്കെ, ഞങ്ങൾ അവരോട് വിരോധിച്ചു. പത്രോസൊക്കെ വിരോധിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എനിക്കൊന്ന് അടിയല്ലാത്ത എല്ലാം നടന്നു കാണും. പറഞ്ഞു ഞാൻ വിരോധിച്ചു. യേശു അത് കേട്ടപ്പോൾ, അയ്യോ നിനക്ക് ഉണ്ട ചോറിന് നന്ദിയുള്ളവരാണ്, ഷെയ്ക്കാൻ്റെ കൊടുത്തില്ല. എടാ നിനക്കറിയത്തില്ല, എനിക്ക് പ്രതികൂലമല്ലാത്തതെല്ലാം എനിക്ക് അനുകൂലമാണ്. ശിഷ്യന്മാർക്ക് കൂട്ടുന്നില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് ശമരിയ പട്ടണത്തിലോട്ട് ചെന്നിട്ട് ഒരു റിസൾട്ട് വന്ന് പറഞ്ഞു. അവർ കൈക്കൊണ്ടില്ല ഈ ശിഷ്യന്മാരെ. അവർ വന്ന് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, യേശു നമുക്കൊരു കാര്യം ചെയ്യും, ഏലിയാവ് ചെയ്ത പോലെ തീ ഇറക്കി അടിച്ചേക്കാമെന്ന് പറഞ്ഞു. മൊത്തം ദഹിപ്പിച്ച് കളഞ്ഞേക്കാം. അവർ സ്വീകരിക്കുന്നില്ല. ഓർപ്പിച്ചതിന് നന്ദി. ആ പഴയ നിയമ സംഭവം ഓർപ്പിച്ചതിന് നന്ദി എന്നല്ല യേശു പറഞ്ഞു. അത് ഏത് ആത്മാവിലായി സംസാരിക്കുന്നേ? ഇത് ഏത് ആത്മാവിലായി പുറത്തു വരുന്നേ? എൻ്റെ യേശു എപ്പോഴും പാപിയുടെ സൈഡിലാണ്, സ്വയനീതിക്കാരൻ്റെ സൈഡിലല്ല. ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചാൽ അവൻ്റെ ഭാഗത്ത് യേശു കയറി നിൽക്കും. അവനെയാണ് നീതീകരിക്കുന്നത്. ലോകത്തിന് കുറ്റം ചുമത്താൻ പറ്റാത്ത വിധത്തിൽ അവനെ നീതീകരിക്കുന്ന ദൈവം. എന്നോട് കർത്താവ് പറയുന്നത്, ഇതിനകത്ത് ചിലരുടെ മേൽ വലിയ നീതിബോധത്തെ ഇടാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. എൻ്റെ പ്രിയരെ, കുറ്റബോധം ഇടുന്നത് പിശാചാണ്. ഒരു കാരണവശാലും പരിശുദ്ധാത്മാവ് കുറ്റബോധം ഇടില്ല. പിശാചിൻ്റെ അവൻ്റെ തന്ത്രങ്ങളേ ഉള്ളൂ. തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ കയ്യിലിരിക്കുന്ന തന്ത്രങ്ങൾ പഴയ തോൽവിയെ മൊത്തം മനസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ആരാധിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇതായിരിക്കും കൊണ്ടുവരുന്നത്. കാര്യം ഇത് കൊണ്ടുവന്നാലേ നിന്നെ അടിച്ച് നിലത്ത് വീഴ്ത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ തോൽവി മൊത്തം മുന്നിൽ കൊണ്ടുവന്ന് അടുത്ത ജയത്തിലേക്ക് എന്നെ വിടാതെ, എന്നെ ആ ജയത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ എന്നെ തോൽവിയിൽ മറിക്കുന്ന സാത്താൻ്റെ പദ്ധതി തിരിച്ചറിയാവുന്നവർ എഴുന്നേറ്റ് കർത്താവിനോട് പറയണം, ഞാൻ അറിയുന്നു ഞാനൊരു നീതിമാനാണെന്ന്. ഞാൻ അറിയുന്നു ഞാനൊരു സ്തോത്രം. കർത്താവിന് കുറച്ച് നീതിമാന്മാരെ വേണം. കയറി നിന്ന് സാത്താൻ്റെ ലോകത്തോട് പറയാൻ അധികാരം പ്രാപിച്ചെന്ന് പറഞ്ഞ വാക്കും ഇച്ചിരി കൂടെ പ്രവൃത്തി ആയ പോലെ ഇരിക്കുന്നു. അധികാരം തിരിച്ചറിഞ്ഞ ഒരു ഗ്രൂപ്പിനെ കർത്താവിന് വേണം. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, സോദോം എന്ന് പറഞ്ഞ പട്ടണത്തെ കത്തിച്ച് കളയാൻ പോവുകയാണ്. കാരണം ഒറ്റ നീതിമാന്മാരില്ല. അബ്രഹാമിനൊരു ഡൗട്ട്, 50 പേരുണ്ട്, സമ്മതിക്കാമോ? നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ഒരു ദേശത്ത് ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ആ ദേശത്തിന്മേൽ ന്യായവിധി നടത്താൻ പറ്റില്ല. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ തകർക്കാൻ പിശാചിന് അനുവാദമില്ല. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു കുടുംബത്തിൽ ഒരു നീതിമാനുണ്ട്, ഒരു സഭയിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ
ഒരു സഭയിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ആ ദേശത്ത് ആ സഭയെ നശിപ്പിക്കാൻ പിശാചിന്റെ ഒരു പദ്ധതിക്കും കഴിയില്ല. സ്തോത്രം. ഒരു നീതിമാനെ ദൈവത്തിന് കണ്ടാൽ, ഒരു നീതിമാനെ ദൈവത്തിന് സ്വർഗത്തിന്റെ ദൃഷ്ടി കണ്ടാൽ ഒരു ദേശത്തെ നേടാൻ കർത്താവിന് അവൻ മാത്രം മതി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരാണോ അതല്ലെന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കും. സ്വപ്നത്തിൽ രാത്രി പല രൂപത്തിൽ വന്ന് കൊങ്ങായിക്ക് പിടിക്കുന്നു. സ്തോത്രം. മാറി മാറി വീടിനകത്ത് പ്രശ്നങ്ങളിടുന്നു. ഒരു സാധ്യതകളുടെ അവസാനത്തെ ഡോറും അടച്ചു വച്ചേക്കുകയാണ്. കാര്യം നാം എന്താണോ അതല്ലെന്നും നമ്മുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ കൊണ്ടുവരുന്ന എന്തുവാന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ചിലരെ ഈ നീതിബോധത്തിലോട്ട് തള്ളിക്കൊണ്ടുവരും. നിങ്ങൾ വന്നില്ലെങ്കിലും തള്ളിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ നീതിമാനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യണം. എനിക്ക് എൻ്റെ കർത്താവ് ഭയങ്കര ഉറപ്പാണ്. കർത്താവിൻ്റെ രക്തത്തിൽ ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നു. എൻ്റെ പ്രവൃത്തി വെച്ചല്ല ഞാൻ നീതിമാനായത്, യേശുവി വിശ്വസിച്ചതുകൊണ്ടാണ്. ബൈബിള് പറയുന്നു, നിങ്ങൾക്കറിയാമോ, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന, ഫലിക്കുന്ന പ്രാർത്ഥന അവൻ്റെ പ്രാർത്ഥനയാണ്. നീതിമാനാണ് പരിച കൊടുത്തിരിക്കുന്നത്. നീതി എന്ന പരിചയാണ് യുദ്ധത്തിനിട്ട് കൊടുത്ത് പിശാചിന്റെ ആയുധങ്ങളെ മുഴുവൻ തടയാൻ നീതി എന്ന പരിച. അവൻ്റെ പ്രാർത്ഥനയെ ഫലിക്കത്തുള്ളൂ. ഇതൊന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ പ്രിയരെ, നാം ഇതിനകത്തിരിക്കുന്ന ചിലര് രക്ഷപ്പെടുകയാണ്. ഇത് തിരിച്ചറിയുമ്പോൾ തന്നെ ചിലർ ഇപ്പോൾ തന്നെ പറയാൻ പറ്റുന്നവർ വിളിച്ചു പറഞ്ഞാട്ടെ. പറയാൻ പറ്റുന്നവർ ഹല്ലേലൂയ. പറയാൻ പറ്റുന്നവർ വിളിച്ചു പറയുക. ശുശ്രൂഷയെ നോക്കി വിളിച്ചു പറയുക, ശരീരത്തെ നോക്കി വിളിച്ചു പറയുക, കുടുംബത്തെ നോക്കി വിളിച്ചു പറയുക. പിശാച് അടിച്ച് തകർത്തോണ്ടിരിക്കുന്ന കുടുംബത്തെ നോക്കി വിളിച്ചു പറയുക, ഞാൻ ദൈവത്തിന്റെ നീതിമാനാണ്, പിശാചെ കൈയെടുത്താട്ട്. ഈ നാട്ടില് പോലീസുകാർ, ഈ ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ റോഡിൽ നിർത്തും. നിൽക്കുന്നവൻ എൻ്റെ അഭിപ്രായത്തിൽ കൊഴുന്ന വണ്ടിയുടെ കാറ്റടിച്ചാൽ താഴെ പോകുന്ന ആളായിരിക്കും. നിൽക്കുന്നവൻ വലിയ സൗന്ദര്യമുള്ളവനല്ലായിരിക്കും. പക്ഷേ അവൻ കയറി നിന്നുകൊണ്ട് റോഡിൽ നിന്ന് സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ ഒരു 19 ചാട് വണ്ടിയാണെങ്കിലും സ്റ്റോപ്പാണ്. അവൻ കയറി നിന്നുകൊണ്ട് നിർത്തണ വണ്ടി എന്ന് പറയണ്ട, കൈ കാണിച്ചാൽ മതി, നിന്നേക്ക്, സംഭവം നിന്നേ പറ്റത്തുള്ളൂ. ഒരുത്തൻ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ നിയമത്തെ കടന്നു കയറാൻ ശ്രമിച്ചാൽ രാജ്യം മൊത്തം ഇവനെതിരാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഒരു നീതിമാൻ കയറി നിന്നുകൊണ്ട് പ്രശ്നം തിരിച്ച് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നത് തിരിച്ച് ഓർഡർ ആകട്ടെന്ന് പറയുമ്പം ആയേ പറ്റൂ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ചെയ്യില്ല. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു അധികാരത്തെ തരികയാണ്. നീതിമാന്മാരുടെ കയ്യിൽ ദൈവം കുറച്ച് അധികാരത്തെ കൈമാറുകയാണ്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ചെയ്യാതെ വണ്ണം നീതിമാന്മാർ. സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ നീതിബോധത്തിലേക്ക് ചിലരൊന്ന് പ്രവേശിച്ചാട്ട്. കുറ്റബോധത്തെ പൊളിച്ചാട്ട്. കർത്താവിന്റെ നീതി ഇന്ന് ചിലരുടെ മേൽ കർത്താവ് അയക്കുകയാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് പാപം ആക്കി. പാപം അറിയാത്ത യേശുവിനെ പാപിയാക്കിയത് നാം അവനിൽ. ഇതൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. സ്തോത്രം. എൻ്റെ പ്രിയർ, ഇത് ഭയങ്കര ആവേശത്തിൽ എനിക്ക് പറയാം. ഇത് വളരെ നിന്ന് നിർത്തി പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ.
ഇത് മനസ്സിലായാൽ രക്ഷപ്പെടും. പാപം അറിയാത്തവനെ പാപിയാക്കിയത് നാം നീതിമാന്മാരാകാൻ വേണ്ടി. യേശു അതിക്രമങ്ങൾ നിമിത്തം മരിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തുകയും ചെയ്തത്. യേശുവിൻ്റെ ഉയർപ്പ് നടന്നത് എൻ്റെ നീതീകരണത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പിശാച് സമ്മതിക്കത്തില്ല. ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഇത് നമ്മുടെ മെമ്മറിയിൽ കയറിപ്പോയാൽ നമ്മൾ ഇതുകൊണ്ട് പൊങ്ങും. നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സ്വർഗത്തിന് അത്രയും വിലപ്പെട്ട ആളാണ് നാം. സ്വർഗത്തിൽ അത്രയും പ്രധാനപ്പെട്ട ആളാണ് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും. ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും ക്രിസ്തുയേശുവിന് ഏറ്റവും വില കുറഞ്ഞവരല്ല. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ 22:1 വാക്യം. സങ്കീർത്തനങ്ങൾ 22:1 വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ, വായിച്ചോ. മതി മതി, ഇനി എൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. കേട്ടണം എൻ്റെ പ്രിയരെ, 22-ാം സങ്കീർത്തനം എന്തോൻ്റെ സങ്കീർത്തനമാണ്? എൻ്റെ ദൈവമേ, കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു, രക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. ഇങ്ങനെ പ്രസംഗിച്ചാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്കതറിയത്തില്ല. എൻ്റെ പ്രിയരെ, 22-ാം സങ്കീർത്തനം യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് എഴുതിയതാണ്. അന്നേരം ആദ്യം പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിൻ്റെ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തുടക്ക സമയത്ത് യേശുവിനെ കൈവിട്ടു. അവസാനത്തെ വാക്യം വായിച്ചാട്ട്. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് ഇത് പിടി കിട്ടിയില്ല. അവർ വന്നിട്ട് പറയും, ജനിക്കാനുള്ള, ഞങ്ങൾ വന്നിട്ട് പറയുന്നു, വേണ്ട അവൻ ക്രൂശി നിവർത്തിച്ചിരിക്കുന്നു. എന്നിട്ടും മനസ്സിലായില്ല ഞാൻ തോന്നിയാണ്. വേണ്ട അവൻ എന്നോട്, എൻ്റെ ദൈവമേ, എനിക്ക് തോന്നുന്നു, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത്. ഇത്രയും വലിയ പുതിയ നിയമത്തിൻ്റെ ദൂത് പറയുമ്പോൾ എന്നെ എന്തിനാ ഇങ്ങനെ കൈവിട്ടത്? സ്തോത്രം. അവർ വന്നിട്ട് പറയും, ജനിപ്പാനുള്ള ജനത്തോട്, വീണ്ടും ജനിക്കാൻ പോകുന്ന ജനത്തോട് അവർ പറയും, ക്രൂശിൽ യേശു നിവർത്തിച്ചു. അവർ വന്നിട്ട് പറയും, അവർക്കൊറ്റ ദൂതേ അവരുടെ വായിലുള്ളൂ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാവരോടും പറഞ്ഞിട്ട്, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു. എൻ്റെ രോഗത്തിന് വേണ്ടിയുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു. അവർ വന്നിട്ട് പറയും, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. എൻ്റെ ജോലിക്ക് വേണ്ടിയുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു. എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു. അവർ വന്നിട്ട് പറയും, അവർക്ക് ഒറ്റ ദൂതയുള്ളൂ, യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു. മനസ്സിലാകുന്ന ഒരു കർത്താവിനെ ശ്രദ്ധിച്ചു. അവരുടെ കയ്യിൽ ഒറ്റ ദൂതുണ്ട്. ഇനി ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ എടുത്താട്ടെ. ഒന്നാം വാക്യം കേട്ടോണം. എൻ്റെ ദൈവമേ നീ എന്നെ, ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ എന്തിനാ കൈവിട്ടത്? യേശുവിനെ എന്തിനാ കൈവിട്ടത്? ഒന്ന് എഴുന്നേൽക്ക. ഇവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മനസ്സിലാവും. ഇത് കൈവെക്ക. നിങ്ങൾക്കറിയാമോ, ഇതാണ് മാനവകുലം. നീതി ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന നീതി മൊത്തം കറപുരുണ്ട തുണി പോലായിപ്പോയ ജനം. ന്യായപ്രമാണം അവരോട് പറഞ്ഞു, 613 കൽപ്പനകൾ അവർക്ക് കൊടുത്തു. 10 കൽപ്പനയിൽ കിടന്നാൽ 613 മൊത്തത്തിലുണ്ട്, ഉപകൽപ്പനയല്ലോടെ. ഇച്ചിലൂടെ കയറി നിൽക്കുക, അവരോട് കാണും. ഓക്കെ, ഈ കൽപ്പന കൊടുത്തിട്ട് ഈ മാനവകുലത്തോട് പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത, എവരുടെ പ്രത്യേകത, 99 ശരിയാക്കിയിട്ട് 1 തെറ്റിയാ പോയി.
ഇവർ ശരിയാക്കുവാന്ന് 100-ൽ 100 ശരിയാക്കണം. എവിടെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ. നിങ്ങൾക്കറിയാം, ഇത് മേടിച്ചോണ്ട് വന്ന ആൾ മോശയാണ്. പുള്ളി അത് മേടിച്ചോണ്ട് വരുന്നത് സ്തോത്രം 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 പറഞ്ഞാണ് മേടിച്ചോണ്ട് വരുന്നത്. താഴെ വന്നിട്ട് എറിഞ്ഞ് പൊട്ടിച്ചോളഞ്ഞു. മേടിച്ചോണ്ട് വന്നവൻ ഇത് പ്രതിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായി? ഇത് വാങ്ങിക്കൊണ്ട് വന്നാക്കി ഇത് പാലിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പറയുന്നത്. ഇതൊരു ഭയങ്കര ദൂതാണ് കേട്ടോ. ഇത് വാങ്ങിയ ആൾക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. ഇതിൻ്റെ കുഴപ്പം എവിടെങ്കിലും ഒന്ന് തെറ്റിയാൽ മൊത്തം തെറ്റി. മോശയ്ക്കെതിരെ പിറുപിറുത്തു. ആ പിറുപിറുത്ത സഹോദരിക്ക് 5 മിനിറ്റ് കൊണ്ട് കുഷ്ഠം അടിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ സംഘത്തോടെ, മെയിൻ സംഘത്തോടെ എതിർത്തു. ഭൂമി കീറി അവരെ കൊന്നു കളഞ്ഞു. തൊട്ട കൈക്ക് അടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ് ആള്. നടക്കത്തില്ല, നിയമം സമ്മതിക്കത്തില്ല. മാനവകുലം ഇങ്ങനെ കിടന്ന് വിങ്കി വിങ്കി കിടക്കുകയാണ്. ഇത് യേശു പിതാവായ ദൈവത്തിൻ്റെ, യോഹന്നാൻ്റെ ഭാഷയിൽ ഇവിടെ ഇരുന്ന യേശുവിനെ സങ്കീർത്തനം 22-ൽ 1-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ കൊടുക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ഏതാ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം. അയ്യോ, ഇതൊക്കെ ഗലാത്യർ 3-ലുണ്ട്. ന്യായപ്രമാണത്തിന് വില കൊടുത്തു. ഈ യേശുവിനെ ന്യായപ്രമാണത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. നെഞ്ചത്തിരുന്നതാണ്. അങ്ങോട്ട് പറിച്ചു മാറ്റി ഇപ്പോൾ പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. യേശു അങ്ങനെ പറഞ്ഞത്. എന്തിനാ കൈവിട്ടത്? യേശുവെ, ഞങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട്. ഇത് പിടിച്ചാട്ട് ഇതങ്ങോട്ട് കൈമാറിയിട്ട്, പിതാവായ ദൈവം എന്തിനാ കൈ കൊടുക്കാൻ പോകുന്നത്? മാനവകുലത്തിന്. ഞങ്ങൾക്ക് യേശുവിനോട് പറയാനൊരു ദൂതുണ്ട്. യേശുവിനെ തള്ളിയപ്പോഴാണ് ഞങ്ങളെ സ്വീകരിച്ചത്. യേശുവിനെ എത്ര പേർ വിശ്വസിക്കുന്നു? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ നിങ്ങളുടെ ജോലിയുടെ കാര്യം ചെയ്യാതിരിക്കുവോ? നിങ്ങളുടെ സഭയുടെ കാര്യം ചെയ്യാതിരിക്കുവോ? ഇത് സ്തോത്രം ഇരുന്നു വെച്ചാ ഇത്തരം കാര്യം നടന്നതിൻ്റെ റിസൾട്ടാണ് അവസാനം വായിച്ചത്. അന്നേരം ഈ സംഭവം നടന്നു. അങ്ങോട്ട് കൊടുത്തു, കയ്യിലോട്ട് കൊടുത്തപ്പം യേശു ന്യായപ്രമാണത്തിൻ്റെ കയ്യിൽ ഇരുന്നോട്ട് പറഞ്ഞു, നിവൃത്തിയായി. ഡീൽ ഈസ് ഡൺ. ന്യായപ്രമാണമേ, നീ ഞങ്ങളോട് ചോദിച്ച ആ ഡീലുണ്ടല്ലോ, ദേണ്ട് ചെയ്ത് കഴിഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയാണ്, ഒരു തലമുറ എഴുന്നേക്കൂടെ അന്ത്യകാലത്ത് എഴുന്നേക്കും. എവരുടെ പ്രത്യേകത? എവരുടെ കയ്യിൽ 1000 ദൂതില്ല. ഒരു സ്തോത്രം. അതിൻ്റെ ജനിപ്പാനുള്ള ജനത്തോട് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്, ഒരു തലമുറ അന്ത്യകാലത്ത് എഴുന്നേക്കും. ഈ തലമുറയ്ക്ക് പറയാൻ അവരുടെ നാവിൽ ഒരു ദൂതുണ്ട്. ദൂത് കുറച്ചുകൂടെ പ്രവർത്തിച്ചോളാനല്ല, അവർ വന്നിട്ടൊരു ദൂത് പറയും, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. അവരുടെ നാവിൽ ഒരു ദൂതുണ്ട്, എല്ലാം നിവർത്തിച്ചു. എന്നിട്ട് അവരടുത്തത് അവൻ്റെ നീതിയെ അവരിരുന്നോണ്ട് കുറ്റം പറയുമെന്നല്ല, അവരെല്ലോട് ഇരുന്നോണ്ട് പറയും, അവൻ്റെ നീതി ഭയങ്കരം, അവൻ എന്നെ നീതിമാനാക്കി, യേശുവിൻ്റെ രക്തത്താൽ അവൻ എന്നെ നീതിമാനാക്കി. എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയരെ? എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ എന്നെ നീതിമാനാക്കി, അവൻ എന്നെ നീതി. ഓക്കെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്ത്യകാലത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാൻ 16 ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 16 6-ാമത്തെ വാക്യം സ്പീഡിലെടുത്താട്ടെ. 16-ാമത്തെ വാക്യം വായിച്ചോ.
കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നെ കാണത്തില്ല. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, രാവിലെ കേട്ടല്ലോ, പോകുന്നത് പ്രയോജനം. കാര്യം നിങ്ങളെ പിടിച്ചു നടത്തുന്ന ആൾ വരും. ഓക്കെ, ഞാൻ പോകാതിരുന്നാൽ പുള്ളി ആൾ വരത്തില്ല. അവൻ വന്നാലുള്ള ഗുണം അയക്കും. അവൻ വന്നാലുള്ള ഗുണം, അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഓക്കെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വെച്ച് പ്രാർത്ഥിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എനിക്ക് ബോധം തരണേ. അത് ആ വാക്യം മാത്രം വായിച്ചത് കൊണ്ടാണ് നമുക്ക് പറ്റിയ അബദ്ധം. താഴോട്ട് വീണ്ടും വായിക്കുക. ആര്? യേശുവിൽ വിശ്വസിക്കാത്ത ഗ്രൂപ്പ്, അവർക്കാണ് പാപബോധം. നിങ്ങൾക്ക് മനസ്സിലായി? യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ബോധമാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്. ഒന്നുകൂടെ വായിച്ചോട്ടെ. ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അത് എഴുതി നിർത്തിയിട്ട് അതിനെ മൂന്നായിട്ട് വിവരിക്കുകയാണ്. വായിച്ചു. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, എന്ന് വെച്ചാൽ പുറത്ത് അവിശ്വാസികളായിട്ടുള്ളവർ യേശു വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ച്, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നതുകൊണ്ട്, ആരാ ഈ ഇരിക്കുന്ന നിങ്ങൾ ശിഷ്യന്മാരെന്ന് പറഞ്ഞ ഗ്രൂപ്പ് മൊത്തം, ഇന്ന് നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാണ്. നിങ്ങൾക്ക് നമുക്ക് തരുന്ന ബോധം എന്താണ്? നിങ്ങളുടെ ബോധം പോവല്ലേ ഇത് പറയുമ്പോൾ? നമുക്കുണ്ടാകേണ്ടത് നീതിബോധമാണ്. യേശുവിൽ വിശ്വസിക്കാത്തവനാണ് പാപബോധം. ന്യായവിധി ലോകത്തിൻ്റെ പ്രഭുവിനാണ്. ന്യായവിധി ബോധം നമുക്കല്ല. നമ്മൾ സത്യത്തിൽ യേശുവിനെ വിശ്വസിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊന്നും കൊണ്ടൊന്നുമല്ല. സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞ് കുറച്ച് പേരിലൂടെ പ്രലോഭിപ്പിച്ചു. സ്തോത്രം. അങ്ങനെ സ്വർഗത്തിൽ പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ചാടിയത് അതിനകത്ത്. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. ഇതെല്ലാം പൂർത്തിയാക്കിയവന് വിശ്വസിച്ചിരുന്ന ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇത് പറഞ്ഞത്. ഇതെല്ലാം പൂർത്തീകരിച്ചുവെന്ന് വിശ്വസിക്കുന്നവനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അല്ലാതെ നരകം കാണിച്ച് പേടിപ്പിച്ചല്ല രക്ഷിക്കപ്പെടുത്തേണ്ടത്. നരകത്തിൽ പുഴുകൊണ്ട്, തീയുണ്ട്, ഉടുപ്പ് കൊണ്ട് ഇതിട്ട് തരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചല്ല. സ്വർഗം കാണിച്ച് എൻ്റെ പ്രിയരെ പേടിപ്പിച്ചല്ല. അപ്പുറത്തെ സ്വർഗം, അവിടെ തങ്ക തെരുവീതിയുണ്ട്. ഇവിടെ സ്വർണ്ണം ഇവിടാത്തവർക്ക് വലിയ ഇഷ്ടമാണ് അത് കേൾക്കുന്നത്. പിന്നെ അവിടെ ജീവജലത്തിൻ്റെ നദിയുണ്ട്. എൻ്റെ പ്രിയരെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചല്ല. ക്രൂശിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞവനെ ഒരുത്തൻ വിശ്വസിക്കണം. പഴയ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു നരകത്തിലാണെങ്കിൽ ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. യേശു നരകത്തിലാണ് കിടക്കുന്നെങ്കിൽ സ്വർഗമായത് സ്വർഗത്തിലെ സ്വർണ്ണമല്ല. എൻ്റെ പ്രിയരെ, അതങ്ങ് വലിയ സ്ഥലമായിട്ടും കാണാതെ അവിടെ യേശു ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോകാൻ റെഡിയായത്. അവിടെ സ്വർണ്ണം ഉള്ളത് കൊണ്ടല്ല, അവിടെ നദി ഉള്ളത് കൊണ്ടല്ല. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. എൻ്റെ രക്ഷകൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ പോകാൻ റെഡിയായി നിൽക്കുന്നത്. എൻ്റെ താല്പര്യം ഞാൻ അവിടെ പോകാൻ, എൻ്റെ രക്ഷകൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. അതല്ല എൻ്റെ രക്ഷകൻ നരകത്തിലാണ് കിടക്കുന്നെങ്കിൽ ഞാൻ അവിടെ പോക്കോളാം. കുഴപ്പമില്ല, എന്താ പുഴുവിൻ്റെ കടിയും കൊണ്ട് എൻ്റെ രക്ഷകൻ്റെ കൂടെ ഇരിക്കാമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷം, സത്യത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ്. ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ട് കയറി വരേണ്ടതാണ്. ഇത് ഞാനൊക്കെ കേട്ട സുവിശേഷം സത്യത്തിൽ വെച്ചാൽ ഇത് കട്ട് ചെയ്യണേ, ഈ വീഡിയോ എടുക്കുന്നത് ഈ ഭാഗമൊക്കെ. ഞാനൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടുത്തിയവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും. ഞാനൊക്കെ കേട്ട സത്യത്തിൽ ഞാൻ ഗുഡ് ന്യൂസ് അല്ല, ബാഡ് ന്യൂസ് കേട്ട് പേടിച്ച് വന്നതാണ്.
യേശുവിനെ കളഞ്ഞാൽ നിന്നെ ടാങ്കറിൻ്റെ അകത്ത് മുന്നിൽ തെള്ളിയിട്ട് നിന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. ബൈബിൾ പറഞ്ഞ ഗുഡ് ന്യൂസ് കേട്ടാൽ വരേണ്ടത്, നല്ല വാർത്ത, കാതിന് ഇമ്പമായ വാർത്ത. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. പൂർത്തീകരിച്ച യേശു എല്ലാം പൂർത്തീകരിച്ച ആ പൂർത്തീകരിച്ച പ്രവൃത്തി ചെയ്ത ആളെ വിശ്വസിച്ചാൽ മതി. എത്ര പേർക്ക് മനസ്സിലായി? ഈ പൂർത്തീകരിച്ച പ്രവൃത്തി ചെയ്ത ആളെ വിശ്വസിച്ചാൽ മതി എന്ന്. കുറച്ച് നിയമങ്ങൾ എടുത്ത് അങ്ങോട്ട് നിരത്താൻ തുടങ്ങിയായിരുന്നു നമുക്ക് കേൾക്കാനൊരു സുഖം വെച്ചാൽ. എന്തേലുമൊക്കെ ചെയ്യുന്നേ നമുക്കിഷ്ടം, എന്തേലുമൊക്കെ. നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ അടുത്ത് ഒരു ധനികനായ പ്രമാണി, ലൂക്കോസ് 18, ഇവൻ വന്നിട്ട് പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കാൻ എന്തോ ചെയ്യണമെന്ന് വെച്ചാണ് യേശുവിൻ്റെ അടുത്ത്. യേശു വിടുവോ? യേശു വക്രനോട് വക്രത കാണിക്കും. ഇവൻ കുറച്ച് കാര്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി പണിയൊക്കെ ചെയ്തോളാം, എന്തോ ചെയ്യണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാട്ടോ, ആ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം. യേശു അവനോട് പറഞ്ഞു, കൊലപാതകം, മോഷണം, ഇങ്ങനെയുള്ള കുറേ ലിസ്റ്റ് പഴയ നിയമത്തിലെ മറ്റേ കൽപ്പനയ്ക്കകത്തെ ലിസ്റ്റ് അങ്ങോട്ട് നിരത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വളരെ സാവധാനത്തിൽ എല്ലാവർക്കും മനസ്സിലാകണമെന്ന് വിചാരിച്ചായി പറയുന്നത്. സ്തോത്രം. യേശു അവരുടെ മുന്നിലോട്ട് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കുറേ കൽപ്പനകൾ പറഞ്ഞിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. യവൻ പറഞ്ഞു, ഇത് ബാല്യം മുതലേ ചെയ്യുന്നുണ്ട്. യേശു ഞെട്ടി. യേശു വിടത്തില്ല. യേശു അടുത്ത ഉത്തരം യേശു പറയുകയാണ്, നിത്യജീവനെ കേട്ടാൽ ഒരു കാര്യം ചെയ്തത്, നിന്റെ വസ്തുവക മൊത്തം വിറ്റിട്ട് നീ വരാൻ പറഞ്ഞു. യേശുവിനറിയാൻ 100% ചെയ്യത്തില്ല. എൻ്റെ ഒരു സംശയം, ഇന്ന് രാവിലെ എന്നോട് കർത്താവ് സംസാരിച്ചതാണ്. എൻ്റെ ഒരു സംശയം, വസ്തു വിറ്റാൽ നിത്യജീവൻ കിട്ടുമോ? യേശു പിന്നെ എന്താ ഈ പണി പറഞ്ഞത്? വസ്തു വിറ്റാൽ പ്രിയരെ നിത്യജീവൻ കിട്ടുമോ? എവനോട് പറഞ്ഞാൽ അങ്ങനെ, വസ്തു വിറ്റിട്ട് വരാൻ കിട്ടുമെന്ന്. വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ കിട്ടുമോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ചെയ്യാമായിരുന്നു. എൻ്റെ പ്രിയര് ഇതിന് കിട്ടത്തില്ല. യേശുവിനും അറിയാം ഇത് കിട്ടത്തില്ല, ഇവൻ ചെയ്യത്തുമില്ലെന്നറിയാം. എന്നാൽ ഞാൻ 19-ാം അധ്യായത്തിൽ ഒരു സക്കായി അഭ്യാസം ഒന്നും കാണിക്കാതെ ഇവൻ കാട്ടത്തയുടെ പുറത്തിരിക്കുകയാണ്. ഇവൻ്റെ അടുത്ത് വന്നിട്ട് യേശു പറഞ്ഞു, ഇറങ്ങി വാടാ, നിൻ്റെ വീട്ടിലോട്ട് വരിക. ഇറങ്ങി വന്നിട്ട് ഒരു 5 മിനിറ്റ് ചേർന്ന് നടന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ ഞാൻ അന്യായമായി മേടിച്ചതെല്ലാം കൊടുത്തേക്കാം 4 മടങ്ങ്. ഒരു വാക്കുപോലും യേശുവിനോട് പറഞ്ഞില്ല കൊടുക്കണമെന്ന്. പിടികിട്ടിയില്ല. ഒരുത്തനോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് ഓടിക്കളഞ്ഞു. ഒരുത്തനോട് കൊടുക്കണമെന്ന് ആ കഥയൊന്നും പറഞ്ഞില്ല, ഇവൻ്റോടൊന്ന് ചേർന്ന് നടന്നു. ഞാൻ പറഞ്ഞു, അപ്പാ ഞാൻ അന്യായമായി മേടിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തേക്കാം. യേശുവിൻ്റെ സാന്നിധ്യമേ, യേശുവിൻ്റെ കുറച്ച് പ്രവർത്തികളല്ല പ്രിയരെ, കുറച്ച് പ്രവർത്തികളല്ല, യേശുവിൻ്റെ സാന്നിധ്യമേ ചിലരെ കണ്ണ് നിറയ്ക്കും. യേശുവിൻ്റെ സാന്നിധ്യമേ ചില കണ്ണുകൾ നനയ്ക്കും. പൂർത്തിയാക്കിയ പ്രവൃത്തി വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും കയറാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ പഴയ നിയമത്തിന് ഇങ്ങനെ യേശു ക്രൂശ വെച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞ് ഷട്ടർ ഇടുകയാണ്. ഷട്ടർ താത്തോണ്ടിരിക്കുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഭാഷയാണ്, ഷട്ടർ താത്തോണ്ടിരിക്കുമ്പോൾ ഒരു കള്ളൻ 2 കൈയും വിരിച്ച് പറ്റാത്ത സ്ഥിതി കിടക്കുകയാണ്. ആദ്യം അവർ രണ്ടുകൂടെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് ഒരു കള്ളൻ യേശുവിനെ അവിടെ പറയുന്നു, നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെ കിടന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞതിനകത്തൊരർത്ഥം, അപ്പോൾ നമ്മൾ 3 ഇപ്പം മരിക്കും. എന്നിട്ട് നീ ഈ മരണത്തെ തോപ്പിച്ച് ഉയർത്തെഴുന്നേക്കും. ഞാൻ പറഞ്ഞത് വാചകം ചെറുതാണെങ്കിലും വാചകത്തിനകത്ത് അർത്ഥം ഇതാ, നീ ഉയർത്തെഴുന്നേക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റിട്ട് രാജാവായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ കാര്യോടൊന്ന് യേശുവിന് അവനോട് പറയാനുള്ള അടുത്ത വാചകം എന്ന് വെച്ചാൽ, യവൻ പൂർണ്ണമായും യേശുവിൻ്റെ ആ ക്രൂശീകരണത്തിൽ നടന്ന 6 മണിക്കൂറിലെ പരിപാടിയിൽ അവൻ വിശ്വസിച്ചു. ഇവൻ ഒത്തിരി പുണ്യപ്രവർത്തി ഒന്നും ചെയ്തില്ല. ഇവൻ ഇത് കണ്ടുകൊണ്ട് ഇവന് മനസ്സിലായി ഇത് രാജാവായി കിടക്കുന്നു. യേശു പറഞ്ഞു, ഇന്ന് നീ കയറി വാ, എൻ്റെ കയറി വാ. പൂർത്തിയാക്കിയ പ്രവൃത്തിയിൽ വിശ്വസിച്ച
പെരുങ്കള്ളനെ, ഒരു മഹാകള്ളനെ. പുതിയ നിയമത്തിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആഹാരം ഉണ്ടാക്കിയിട്ട് അമ്മമാർ ഈ സാമ്പിൾ എടുത്ത് പരിശോധിക്കുമല്ലോ. പൂർത്തീകരണ പ്രവൃത്തിയുടെ സാമ്പിളാണ് ഈ കള്ളൻ. യേശു പൂർത്തിയാക്കിയതിൻ്റെ സാമ്പിളാണ് കള്ളൻ. യേശുവാണ് ആദ്യ പഴയ നിയമ വിശുദ്ധന്മാർ അടുത്തോട്ടാണ് യേശുവിൻ്റെ വിസിറ്റ് നടക്കാൻ പോകുന്നത്.